പലപ്പോഴും അങ്ങ് വളരെ സ്വതന്ത്രമായ നിലപാടെടുക്കുന്നത് ഞാൻ മീഡിയയിലിരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ സമയത്ത് അങ്ങ് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ പ്രതിനിധിയാകാനൊന്നും അങ്ങ് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ എത്രമാത്രം എതിർപ്പുകൾ അങ്ങ് ഈ കാര്യത്തിൽ നേരിടുന്നുണ്ട്? ആ എതിർപ്പുകളെ അങ്ങ് വകവയ്ക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി പറയണം. എതിർപ്പുകളൊന്നും ഇപ്പോൾ കാര്യമായി ഇല്ല. ഇതിനു മുമ്പ് 1978 നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ സ്വാഭാവികമായും ചില്ലറ എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വളരെ സൗമ്യമായി നമ്മൾ നേരിട്ടത് കൊണ്ട് യാതൊരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇത് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ 65,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മളെ സ്ഥാപനത്തിൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങ് കേരളത്തിന് പുറത്തേക്ക് ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുവരുമ്പോൾ അങ്ങയുടെ മനസ്സിൽ എന്താണ് ശരിക്കും? എൻ്റെ മനസ്സിലുള്ളത്, ഇന്ത്യ രാജ്യം വളരെ പ്രസിദ്ധമായ ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ഉണ്ടായാൽ ആ പറയുന്നതിനൊന്നും ഒരർത്ഥമില്ല എന്ന് വരും. ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ പറയാറുള്ളത് പോലെ തന്നെയാണ്. ഭാവിയിൽ ഇന്ത്യൻ്റെ പ്രസിഡന്റ് ആവാം, പ്രധാനമന്ത്രിയാവാം, മുഖ്യമന്ത്രിയാവാം, എല്ലാ സ്ഥാനത്തും നിങ്ങൾക്ക് എത്താൻ കഴിയും. അതിന് വിദ്യാഭ്യാസം നിർബന്ധമായും വേണം. മുസ്ലിംകളും നോൺ മുസ്ലിംസും ഇവിടെ ഒത്തൊരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചു പോകുന്ന രാജ്യമാണ്. സംഘടനമില്ലെന്നർത്ഥം. രണ്ട് മതങ്ങളും രണ്ട് ആശയക്കാരാണ്. ബാങ്ക് വിളിക്കുമ്പോൾ മുസ്ലിംകൾ പള്ളിയിലേക്ക് പോകുന്നു, ഹൈന്ദവർ അമ്പലത്തിലേക്ക് പോകുന്നു, ക്രിസ്ത്യാനികൾ ചർച്ചിലേക്ക് പോകുന്നു. ഈ ആരാധനകൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ഒരേ അങ്ങാടിയിൽ ഒരേ പീടികയിൽ ഇരുന്ന് കച്ചവടം ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു സൗഹാർദ്ദം ലോകത്തെവിടെ പോയി നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഉള്ള ഒരു സൗഹാർദ്ദ നിലവാരം ഇന്ത്യ രാജ്യത്ത് ഉള്ളത് കൊണ്ട് ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. വേറെ ചില ആളുകൾക്ക് അങ്ങനെയും അഭിപ്രായം ഉണ്ടാവാം. വിദ്യാഭ്യാസം ഇല്ലാത്ത കുറെ ആളുകൾ ഉണ്ടായാൽ മാത്രമേ നല്ലതായിരിക്കും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ, ഭരിക്കാൻ കഴിയുള്ളൂ. ഞാൻ ഇവിടെ അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മർക്കസ് ഇത്രയധികം പ്രാധാന്യം വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നു എന്നുള്ളത്. ഇത് അങ്ങയുടെ ഒരു ചിന്തയിൽ ഇത് മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, അതോ എല്ലാ മതസ്ഥർക്കും വന്ന് പഠിക്കാമോ? എല്ലാ മതസ്ഥർക്കും വന്ന് പഠിക്കാം. ഇപ്പോൾ പഠിച്ചുകൊണ്ടുണ്ട്. നമ്മുടെ ഹൈസ്കൂള്, അതുപോലെ ആർട്സ് കോളേജ്, ഇതിലെല്ലാം എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളുമുണ്ട്, അധ്യാപകരും ഉണ്ട്. ഞങ്ങളങ്ങനെ ഒരു മതത്തിന് വേണ്ടി മാത്രമെന്ന് ഒരിക്കലും തീരുമാനിച്ചിട്ടുമില്ല, നടത്തി വന്നിട്ടും ഇല്ല. ഈ മതവിശ്വാസത്തിൽ പൊതുവിൽ അങ്ങോട്ട് ചോദിച്ചാൽ അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് ആ കാര്യത്തിൽ? മതം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി നടക്കുന്നതിനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്ന പ്രസ്ഥാനമാണ് മതം. ഇസ്ലാം മതം അതിന് ചില പ്രത്യേക നിയമങ്ങളും ചിട്ടകളും എല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു മതക്കാർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന ആ ചിന്തയാണ് ഞങ്ങൾക്കില്ലാത്തത്. മറ്റു മതക്കാരൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല, അവർ വിദ്യാഭ്യാസത്തിൽ ഉയരാൻ പാടില്ല, മുസ്ലിമീങ്ങളെപ്പോഴും ഉയർന്നിരിക്കണം എന്ന ചിന്താഗതി ഞങ്ങൾക്കില്ല. അക്കാര്യത്തിൽ ടോട്ടലി നമുക്കൊരു സെക്കുലറിസ്റ്റ് നിലപാടാണ്. അതെ. ഞാൻ അങ്ങയിൽ ശ്രദ്ധിച്ചൊരു കാര്യം, അങ്ങ് ഇന്ത്യൻ ഭരണഘടനയോട് വലിയ ആദരവ് പുലർത്തുന്ന ഒരാളാണ്. അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലാണ്. അപ്പം അങ്ങ് എന്നാലും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ, അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്ന ചില കാര്യങ്ങളിൽ അങ്ങയ്ക്ക് എപ്പോഴെങ്കിലും സങ്കടകരമായ സാഹചര്യം തോന്നിയിട്ടുണ്ടോ? എല്ലാ വിഭാഗം ആളുകളും ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന നിലയിൽ
എല്ലാവർക്കും ജീവിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും സൗകര്യമുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. അതുകൊണ്ട് ആ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമായി ഓരോരുത്തരും മനസ്സിലാക്കണം. അതിങ്ങനെ കഷ്ടം പെട്ടിപ്പോയാൽ പിന്നീട് ഒരു മതത്തിനോ മതമില്ലാത്തവർക്കോ ഒന്നും ഇവിടെ നിലനിൽക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് തികച്ചും ഭരണഘടന സംരക്ഷിക്കൽ നമ്മുടെ കർത്തവ്യമാണ്.